ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. എന്താണ് നിന്റെ പ്രശ്നം? വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാതെ ഒന്ന് പോടി. ആഹാ, അങ്ങനെ നീ ഇപ്പൊ വെറുതെ വാചകം അടിച്ചോടിക്കാതെ വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ ഇന്നും പുറത്ത് നിൽക്കേണ്ടി വരും. ഞാനിനി എന്ന് +2 കഴിയുമെന്തോ, എനിക്ക് ഇതുപോലെ കിടന്ന് ഉറങ്ങാമല്ലോ. പഠിച്ച് പഠിച്ച് മടുത്തു. ലേറ്റായി, ഇന്നും പുറത്താ. മക്കളെ പൊന്നി, ചായ എടുത്ത് കുടിക്ക്. എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ നീ കുടിക്കണ്ട. ഉണ്ടാക്കി വെക്കുന്നതും പോരാ, കുടിക്കാനും വയ്യേ. അമ്മ, എനിക്കിന്ന് ട്യൂഷന് പോകാൻ വയ്യ. പ്ലീസ്, ഇന്നൊരു ദിവസം ഞാൻ വീട്ടിൽ നിന്നോട്ടാ പ്ലീസ്. ഇല്ല, പറ്റില്ല. ഒരു ദിവസം എത്ര ഫീസാണെന്നറിയോ? കാശ് വെറുതെ ഒന്നല്ല വരുന്നത്. പഠിക്കാൻ നോക്ക്. അമ്മ പ്ലീസ് അമ്മ, ഇന്നൊരു ദിവസം, ഇനി ഇത് ആവർത്തിക്കില്ല. ഇതും പറഞ്ഞ് ഇവിടെ നിൽക്കാതെ വേഗം റെഡിയാവാൻ നോക്ക്. എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്, വേഗം പോയി റെഡിയാവാൻ നോക്ക്. അമ്മ, എനിക്കും കോളേജിലാവണം. എനിക്ക് ചേച്ചിയെ പോലെ കിടന്നുറങ്ങണം. കഴിഞ്ഞ എക്സാമിന്റെ മാർക്ക് കണ്ടല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ കോളേജിലാവും. പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ നോക്ക്, എങ്കിലേ കോളേജിലാവാൻ പറ്റൂ. പെട്ടെന്ന് പോയി റെഡി ആയിക്കോ. ഇങ്ങനെയും പഠിക്കാൻ മടിയുള്ള പിള്ളേര്. വീട്ടിലെ സാഹചര്യം ഇവരെന്താ മനസ്സിലാക്കാത്തെ? സുഗുണേ, ഒന്ന് വേഗം വാ. എന്താ കാര്യം? ഞാനിവിടെ തിരക്കിലാണ്. നീ ഒന്നിവിടെ വന്നേ, എന്നാലേ പറയാൻ പറ്റൂ. എന്താ കാര്യം? നീ ആ ചായ ഒന്ന് എടുത്തു തന്നേ. നിങ്ങൾ ഇതിനാണോ എന്നെ വിളിച്ചേ? ഞാൻ എന്താ അവിടെ വെറുതെ ആണോ ഇരുന്നേ? ഇതാ പിടിക്ക്. നീ എന്തിനാ സുഗുണേ ചൂടാവുന്നേ? ഞാൻ അതിനല്ല വിളിച്ചേ. എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വന്നപ്പോ എടുക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ഈ പേപ്പറിൽ കണ്ടായിരുന്നു, എഞ്ചിനീയറിംഗിന് വിളിച്ചിരിക്കുക. നമുക്ക് മോൾക്ക് വേണ്ടി അയക്കണ്ടേ? അയക്കണം. അതേതായാലും അവളുടെ ആഗ്രഹമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും ഒത്തിരി കാശാവും. അതൊക്കെ ഞാൻ എന്തായാലും ഒപ്പിക്കാം. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏതായാലും ഇതിലോട്ട് വിടാം. അത് ശരിയാ. നമ്മുടെ അവസ്ഥ നമ്മുടെ മക്കൾക്ക് വരല്. നീ ഏതായാലും അവളുടെ അടുത്തൊന്ന് ശരി, എന്നാ ഞാൻ പോട്ടെ. അടുപ്പിൽ ദോശ ഇരിക്കുന്നു. അത് കരിഞ്ഞു കാണും. നല്ല ഒരു പ്രോഗ്രാമും ഇല്ല. ബോറടിക്കുന്നു. കോളേജ് ക്ലാസ് തുടങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ലീനു, എന്തോ നമ്മ ഇത് പേടിച്ചു പോയല്ലോ. രാവിലെ മുതൽ ഇതിന്റെ മുമ്പിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതല്ലേ? വേറെ ഒരു പണിയില്ലേ നിനക്ക്? വേറെ ഒരു പണിയില്ലെങ്കിൽ അടുക്കളയിൽ വന്ന് സഹായിക്ക്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന് TV ഓഫ് ചെയ്തിടും. ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഹോസ്റ്റലെങ്കിലും ചെന്ന് നിൽക്കായിരുന്നു. ചേച്ചി, തമ്പുരാട്ടി വന്നോ? നീ ഒന്ന് മാറി, ഇനി ഞാൻ TV കാണട്ടെ. ഞാനൊരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ? അത് കഴിഞ്ഞിട്ട് കാണാം. ഇത്രയും നേരം നീ അല്ലേടി കണ്ട? മാറി. ഇല്ല ഇല്ല ഇല്ല. നീ മാറുന്നുണ്ടോ? ഇല്ലേ? ഇല്ലാന്നല്ലേ പറഞ്ഞു. നിനക്ക് ചെവി കേട്ടൂടെ? പൊന്നി, വെറുതെ ഇരിക്കും, തലേന്നിട്. അമ്മ ഇതാ ഇവളെന്നെ ശല്യം ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. മര്യാദയ്ക്ക് താടി റിമോട്ട്. ഇത്ര അഹങ്കാരം കാണിച്ചോടെ എന്തായാലും ഞാൻ തരത്തില്ല. നിന്നെ ഞാൻ കാണാൻ വിടൂല. പൊന്നി, TVയുടെ മുന്നിലൊന്ന് മാറ്. ഇല്ല ഇല്ല ഇല്ല, നീ റിമോട്ട് തരാതെ നീ അങ്ങനെ കാണണ്ട. എന്നാ അവിടെ കയറി നിന്നോ. കാലി അഴയ്ക്കുമ്പോ മാറിക്കോ. നീ എന്ത് പറഞ്ഞാലും ഞാൻ മാറില്ല. രണ്ടാളും നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ കോളേജിൽ ചേരാൻ പോവാനുള്ളതാ. അമ്മേ. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മണ്ടത്തരാണെങ്കിൽ നീ ചോദിക്കണ്ട. അതല്ല ചേച്ചി, ഈ പ്രേതവും യക്ഷിയൊക്കെ ഉള്ളതാണോ? അത് നിനക്കറിയില്ലേ? അതൊക്കെ ഉള്ളതാ. അപ്പൊ അവര് നമ്മളെ ഉപദ്രവിക്കുവോ? അവർക്ക് നമ്മൾ എന്തെങ്കിലും ദ്രോഹം ചെയ്താലേ അവർ നമ്മളെ ഉപദ്രവിക്കൂ. പിന്നെ അവർക്ക് നമ്മളെ കാണാൻ പറ്റും, നമുക്ക് അവരെ കാണാൻ പറ്റില്ല. അയ്യോ ചേച്ചി, അപ്പൊ യക്ഷിയൊക്കെ എവിടെ കാണാൻ കഴിയും? നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ അത് നമ്മുടെ അടുത്ത് വരും. അയ്യോ, അപ്പൊ നമ്മളെ ചോര കുടിച്ച് കൊല്ലുവോ? ഈ യക്ഷികളെയൊക്കെ വിളിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ബോർഡുണ്ട്. ഓജോ ബോർഡ് എന്ന പേര്. അതുവഴിയാ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പിന്നെ നീ ചോദിച്ചില്ലേ യക്ഷി എങ്ങനെ കാണാൻ കഴിയുമെന്ന്? ചേച്ചി, നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ കണ്ണാടി ചെന്ന് നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ കഴിയും.